ശ്രീ, ഇന്ന് നമ്മൾ ഇവിടെ ലഞ്ചിന് പോകുന്ന ഇന്ന് പാരഗണ് പോവാം. ബിരിയാണിയോ? അല്ല, ബിരിയാണി അല്ല, നോട്ട് ദ യൂഷ്വൽ സ്റ്റഫ്. വാ, കാണിച്ചു തരാം. എന്നും ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിലെ പുതിയ പാരഗണിലെ 5 വെറൈറ്റി ഡിഷസ് ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തത് നമ്മളൊരു സൂപ്പാണ് ഓർഡർ ചെയ്യുന്നത്, ചില്ലി ഗാർലിക് സീ ഫുഡ് സൂപ്പ്. ഇത് നമ്മളെ പാരഗണിലെ സീമൻസ് കൺകഷൻ പോലെ അതിന്റെ ഒരു ചില്ലി ഫ്ലേവർഡ് സൂപ്പാണ്. ഇനി ചില്ലി ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഞണ്ട് സൂപ്പ് വേറെ ഉണ്ട് വെറൈറ്റി ആയിട്ട് പിടിക്കാൻ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി അടുത്തത് ഒരു ചെമ്മീൻ പൊരിച്ചത് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാം. ഇത് ഭയങ്കര ക്രിസ്പിയാണ്. പിന്നെ ഒരു പോർഷനിൽ ഏറിപ്പോയി ഒരു 5 to 6 പീസസ് ഉണ്ട്. 2 പേർക്ക് ധാരാളം. ഇനി നമ്മൾ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞ് മെയിൻ കോഴ്സിലേക്കാണ് പോകുന്നത്. 2 പേർക്കുള്ള ഒരു മെയിൻ കോഴ്സ്. ഒന്ന് പാൽ പൊറോട്ട വിത്ത് ബീഫും, രണ്ടാമത് ഇളനീർ മട്ടൻ കറി വിത്ത് അപ്പം. പാൽ പൊറോട്ട പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഇങ്ങനെ നീട്ടി ബീഫിൻ്റെയും പൊറോട്ടിൻ്റെയും മുകളിൽ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ അതൊന്ന് സോഗിയാവും. എന്നിട്ട് ഒരു ബീഫിൻ്റെ കഷ്ണം എടുത്ത് ചുരുട്ടി പിടിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. അടുത്തത് അപ്പത്തിൻ്റെ കൂടെ ഇളനീർ മട്ടൻ കറി. പാരഗണിലെ അപ്പം എല്ലാവർക്കും അറിയാം, ഭയങ്കര സോഫ്റ്റാണ്. ഇളനീർ മട്ടൻ കറി അപ്പത്തിൻ്റെ കൂടെ എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ, അതും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ ഈ സ്ഥിരം കഴിക്കുന്ന ബിരിയാണി അല്ലാണ്ട് വേറൊരു ഫ്ലേവർ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു നെയ്ച്ചോറ് പറഞ്ഞു, അത് ഓപ്ഷണലാണ്. ഇപ്പം അപ്പം ഇഷ്ടമല്ലാത്തവർക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഈ കറി കൂട്ടി കഴിക്കാം. ഒരു പപ്പടം കൂട്ടി പിടിച്ചിട്ട് ഇത്രയും കഴിച്ച സ്ഥിതിക്ക് ഒരു ജ്യൂസ് കുടിക്കാതെ എങ്ങനെയാണ്? അപ്പോൾ പിന്നെ സാധാ സ്വീറ്റ് ജ്യൂസ് ഒഴിവാക്കിയിട്ട് ഒരു പച്ചമാങ്ങ ജ്യൂസ്. ഇതൊരു പുളിപ്പ് ജ്യൂസാണ്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ഇതൊരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് 5 things for today.